അസ്സലാമു അലൈക്കും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വേങ്ങര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന KM ഷാജി സാഹിബ് അന്ന് പ്രസംഗിക്കുന്ന സ്റ്റേജിൽ വെച്ച് പറഞ്ഞ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ പ്രസംഗത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് കേൾക്കാം. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാര RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSS കേട്ടല്ലോ. അത് മാസങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഇലക്ഷന്റെ പ്രചരണം നടക്കുമ്പോൾ സംസാരമാണ്. അത് കഴിഞ്ഞു, പിന്നെ റിസൾട്ടൊക്കെ വന്നു, വമ്പിച്ച ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിച്ചു. നമ്മൾ ആ പറയുന്ന ഷാജി സായി ഇപ്പോൾ മന്ത്രിയായതിനു ശേഷം ഈ PM ശ്രീ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട് പത്രക്കാർ ഷാജി സാഹിബിനോട്, മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്ന മറുപടി കൂടി നമുക്കൊന്ന് ഇപ്പോൾ പറഞ്ഞ മറുപടി ഒന്നും കൂടി കേൾക്കാം. ഒരു പ്രസംഗത്തിനകത്ത് അറബിക്കടൽ എറിഞ്ഞില്ല, അതൊക്കെ ഒരു വലിയ രാഷ്ട്രീയമായിട്ട് കൊണ്ടുവരികയാണ്. അറബിക്കടലിൽ കൊണ്ടുപോയിട്ട് പിന്നെ സർക്കാരിന് കരാർ അറിയാൻ പറ്റുമോ? അതൊക്കെ ടെക്നിക്കൽ പ്രസംഗത്തിൽ അങ്ങനെ പ്രയോഗമുണ്ടോ? അതൊക്കെ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ തെരുവിൽ പറയേണ്ടുന്ന രാഷ്ട്രീയമാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ നമുക്ക് മുമ്പിലിരിക്കുന്ന ആളുകളെ ഹരം കൊള്ളിക്കുക, പ്രകമ്പനം കൊള്ളിക്കുവാൻ വേണ്ടി ലക്ഷ്യം വെച്ച് സംസാരിക്കുമ്പോൾ എന്തും എങ്ങനെയും കയറി പറയാൻ പറ്റുമെന്നുള്ള രീതിയിൽ നിന്ന് മാറണം. അല്ലെങ്കിൽ ഇതുപോലെ പിന്നീട് നഖം കടിക്കേണ്ട ഒരു അവസ്ഥ വരും. ഷാജി സാഹിബ് അന്ന് പറഞ്ഞല്ലോ, ചവിട്ടുകട്ടയിലേക്ക് വലിച്ചെറിയും. പിന്നെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെത് അറബിക്കടൽ കൊണ്ടുപോയി താത്യങ്ങൾക്ക് എന്താ പിരാന്താണ് അത്. ആ രാഷ്ട്രീയ പ്രസംഗത്തിൽ അങ്ങനെ പലതും പറയുന്ന ഷാജി സാഹിബ് പറയുന്നുണ്ട്. സ്നേഹത്തോടു കൂടി ഷാജി സാഹിബിനോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇങ്ങനെ പലപ്പോഴായി ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പ്രസ്ഥാനത്തെ, സമസ്തയും അതിൻ്റെ നേതാക്കളെയും നിങ്ങൾ മുമ്പിലിരിക്കുന്ന ആളുകളെ ഹരം കൊള്ളിക്കാൻ വേണ്ടി മാത്രം, അവരുടെ കയ്യടി ആ നിമിഷ നേരത്തിന് കിട്ടാൻ വേണ്ടി മാത്രം പലപ്പോഴായി നിങ്ങൾ പ്രസ്ഥാനത്തെയും നേതാക്കളെയും പറഞ്ഞ് ഹരം കൊണ്ടത് നിങ്ങൾക്കറിയാമല്ലോ. അതിനൊക്കെ അനുഭവിക്കാതെ കാലം മുന്നോട്ട് പോവുകയില്ല. അതിനൊക്കെ അത്രത്തോളമാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഷാജി സാഹിബിനെ പോലുള്ള നേതാക്കൾ അവർ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ കേവലം മുമ്പിൽ ഇരിക്കുന്ന ആളുകളുടെ കയ്യടിക്ക് അപ്പുറം ഞാൻ പറയുന്ന ഈ ഒരു സംസാരം കൊണ്ട് നാളിതുവരെ എൻ്റെ പാർട്ടിയും ഇവിടെയുള്ള മതസംഘടനകളും അനുഭവിച്ചു പോന്നിരുന്ന ഒരു സൗഭാഗ്യവും ഒരു സ്നേഹവും ഒരു സൗഹാർദ്ദവും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആലോചന പോലും ഇല്ലാതെയാണ് പല സമയങ്ങളിലായി നമ്മുടെ പാർട്ടി വേദികളിൽ ഷാജി സാഹിബ് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയോ പ്രവർത്തകര്, ഷാജി സാഹിബിനെ പോലും ഒരുപാട് സ്നേഹിച്ചിരുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരെ മനസ്സിൽ ഒരു നോവായി, ഒരു നീറ്റലായിട്ടാണ് ഇപ്പോൾ ഷാജി സാഹിബ് ഉള്ളത്. എൻ്റെ മനസ്സിലത്തെ എൻ്റെ ഒരു അനുഭവം വെച്ച് തന്നെ ഞാൻ പറയുന്നത്, ഒരുപാട് സ്നേഹിച്ചൊരു വ്യക്തിയാണ് ഷാജി സാഹിബിനെയൊക്കെ. പക്ഷെ ഷാജി സാഹിബിൻ്റെ പല സമയങ്ങളിലായി ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതസംഘടന, ബഹുമാനപ്പെട്ട സംസ്ഥയെയും അതിൻ്റെ നേതാക്കളെയും പറയാതെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മനസ്സിലൊരു നീറ്റലായി ഇപ്പോഴും അങ്ങേയെപ്പോലുള്ള നേതാക്കൾ നിൽക്കുന്നത്. അങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല. കേവലം മുന്നിലുള്ള ആളുകൾ ഒരു കയ്യടി കിട്ടും, പക്ഷെ അത് നിമിഷ നേരം കൊണ്ട് തീരും. പക്ഷേ നിങ്ങൾ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു വെക്കുന്ന ആ വാക്കുകൾ കൊണ്ട് കാലങ്ങളോളം അതിൻ്റെ മുറിവ് മനസ്സിലുണ്ടാവും. അത് എത്ര തേച്ചാലും എത്ര മായ്ച്ചാലും മാഞ്ഞു പോവുകയില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ പത്രപ്രവർത്തകരോട് പറഞ്ഞ മാതിരി പ്രസംഗത്തിൽ അങ്ങനെ പലതും പറയും, അത് നിങ്ങൾ കാര്യമാക്കണ്ടെന്ന് പറയുന്നത് രീതി ശരിയല്ല. ഇനിയെങ്കിലും സ്നേഹത്തോടു കൂടി ഷാജി സാഹിബിനോട്, മന്ത്രിയാണ്, ഇനിയെങ്കിലും നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരം കൊണ്ട് ഒരുപാട് ആളുകളെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണമേ എന്ന് വളരെ സ്നേഹത്തോടു കൂടി, നമ്മൾ നാളിതുവരെ അനുഭവിച്ചു പോന്നിരുന്ന ആ ഒരു സ്നേഹവും ആ ഒരു സൗഹാർദ്ദവും പ്രസ്ഥാനവും പാർട്ടിയും നിലനിന്ന് പോകണമെന്നൊരാഗ്രഹത്തിന് വേണ്ടിയിട്ട് മാത്രം പറയുകയാണ്. ഇനിയെങ്കിലും സംസാരിക്കുമ്പോൾ പിന്നീട് അത് തിരുത്തി പറയേണ്ട ഒരു ഗതികേട് വരാതിരിക്കാൻ നിങ്ങളെപ്പോലുള്ള ആളുകൾ ശ്രദ്ധിക്കണമെന്ന് വളരെ താഴ്മയോടുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.
പിന്നെ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് പൊങ്കാലയിടാൻ വരുന്ന എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഞാൻ പറഞ്ഞ കാര്യം ഷാജി സാഹിബ് അന്ന് പ്രസംഗിച്ചതും പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പ്രസംഗത്തെ മാറ്റി തിരിച്ചു പറഞ്ഞതും അതിൻ്റെ നിജസ്ഥിതി ഒന്ന് അറിയണേ, എന്നിട്ട് നിങ്ങൾ എന്നെ പൊങ്കാലിടാൻ വരണേ എന്ന് എൻ്റെ നല്ലവരായ സുഹൃത്തുക്കളോട് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ പൊങ്കാല ഇടുക എന്നുള്ളത് നിങ്ങളുടെ രീതിയാണ്, അത് നിങ്ങൾ തുടർന്നു കൊണ്ടേ നിൽക്കണം. അതിലൊരു പ്രയാസമില്ല, ആരോടും വെറുപ്പുമില്ല, ഒരു ഇഷ്ടക്കുറവുമില്ല.